എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്ന ഭാഗം 5 ആണ്. 5-ലെ ആർട്ടിക്കിൾ 52 മുതൽ 62 വരെയാണ് പ്രധാനമായിട്ട് രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ഭാഗം 5-നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അതായത് കേന്ദ്ര എക്സിക്യൂട്ടീവുകൾ അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവുകൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം 5 എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് പറയാം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. വേണമെങ്കിൽ നമുക്ക് 4ആയിട്ട് പറയാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് പ്രധാനമന്ത്രി അല്ലാത്ത ബാക്കി കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാർ. അഞ്ചാമത്തെ ആളായിട്ട് നമുക്ക് ആരെ പറയാം? അറ്റോർണി ജനറൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാരെ കുറിച്ചാണ് എന്തിൽ പറയുന്നത്? ഭാഗം 5-ലെ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭാഗം 5-ലെ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര 5 ആൾക്കാരാണ്. ഓൾറെഡി നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? പ്രസിഡന്റിനെ കുറിച്ചാണ് അഥവാ രാഷ്ട്രപതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന 52 മുതൽ 78 വരെയാണ്. 52 മുതൽ 78 വരെ ആർട്ടിക്കിളിലാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? യൂണിയൻ എക്സിക്യൂട്ടീവ്. അതിൽ ഓൾറെഡി നമ്മൾ 76 പഠിച്ചു കഴിഞ്ഞു അല്ലേ? അറ്റോർണി ജനറലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണെന്ന് അറിയാം അല്ലേ? രാജ്യത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ്. അതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയും നമ്മുടെ സർക്കാരിൻ്റെ തലവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് ആര്? രാഷ്ട്രപതി. അതുപോലെ തന്നെ അദ്ദേഹം രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ഐക്യദാർഢ്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 52. കുറച്ച് ആർട്ടിക്കിൾ നമ്മൾ കാണാതെ പഠിക്കണം. എല്ലാം ഞാൻ ഇങ്ങനെ റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 52 ആണ്. അതേപോലെ തന്നെ യൂണിയൻ്റെ നിർവാഹക അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ 53 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അപ്പോൾ യൂണിയൻ്റെ നിർവാഹക അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ, നമ്മൾ ലിസ്റ്റുകളൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് പാർലമെന്റ് അധികാരം ഉണ്ടാക്കുന്നത്, മീൻസ് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. അപ്പോൾ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള കാര്യങ്ങളാണ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് പവറിൻ്റെ ഈ പറയുന്ന നിർവാഹക അധികാരത്തിൻ്റെ കീഴിൽ വരുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുക? രാഷ്ട്രപതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഓഫീസർമാരാലാണ് ഈ പറയുന്ന നിർവാഹക അധികാരം ചെയ്യുന്നത് എന്ന് പറയാം. ആ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ്റെ നിർവാഹകാധികാരമാണ്. ഓക്കെ, എക്സിക്യൂട്ടീവ് പവർ. ഇതേ ആർട്ടിക്കിളാണ് എന്ത് പറയുന്നത്? അദ്ദേഹമാണ്, അതായത് രാഷ്ട്രപതിയാണ് സായുധ സേനയുടെ പരമോന്നത കമാൻഡർ എന്ന് പറയുന്നതും ഈ ആർട്ടിക്കിളിൻ്റെ ഭാഗത്തിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് 52 പറഞ്ഞു, 53 പറഞ്ഞു. അടുത്ത 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. കാരണം പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലൊക്കെ അംഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹി, പുതുച്ചേരി എന്നീ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകൾ, അപ്പോൾ ഇവിടേക്കാണ് നിയമസഭ ഉള്ളത്. അപ്പോൾ നിയമസഭയുള്ള ഡൽഹി, പുതുച്ചേരിയിലെയും അംഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എങ്ങനത്തെ അംഗങ്ങളെ വരുന്നുള്ളൂ? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും, അതായത് തിരഞ്ഞെടുപ്പ് വഴി ഈ പറയുന്ന ഹൗസുകളിലെ, ഈ പറയുന്ന സഭകളിലേക്കൊക്കെ എത്തിയ ആൾക്കാർക്ക് മാത്രമേ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പാർലമെന്റിലെ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന കുറച്ച് ആൾക്കും കൂടെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർക്കൊന്നും ഇതിൽ പറ്റത്തില്ല. അപ്പോൾ നാമനിർദ്ദേശം ചെയ്ത് വന്ന ആൾക്കാർക്കൊന്നും രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഇലക്റ്റഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണ്, അങ്ങനെ അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണ്, പാർലമെൻറ്റിലെ എല്ലാ അംഗങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ തെറ്റാണ്. കാരണം രാജ്യസഭയിൽ എന്തുണ്ട്? നോമിനേറ്റഡ് മെമ്പേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പാർലമെന്റിലെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം, അതുപോലെ തന്നെ ഡൽഹി, പുതുച്ചേരി ഈ പറയുന്ന ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഇതിലുള്ളൂ, നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, അതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നതാണ്. ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, ആ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ.
ഓക്കെ, അങ്ങനെയാണ് രാഷ്ട്രപതി ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. ഇനി 55 പറയുന്നത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ട രീതിയെ കുറിച്ച്. അപ്പോൾ ഇലക്ഷനെ കുറിച്ച് പറയുന്നത്, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ട കാര്യം പറയുന്നത് 54-ലാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 55. അപ്പോൾ 54 പഠിക്കണം, 55 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ തോത് ഏകീകൃതമായിരിക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ കേരളത്തിലുള്ള നിയമസഭാ സീറ്റുകളല്ല ഉത്തർപ്രദേശിലുള്ളത്. ഉത്തർപ്രദേശ് വലിയൊരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടുത്തെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് സീറ്റുകളൊക്കെ, ഈ നമ്മുടെ നിയോജക മണ്ഡലങ്ങളൊക്കെ വേർതിരിക്കുന്നതും എത്ര സീറ്റുകൾ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലാണ് അവിടുത്തെ നിയമസഭയിലെ എത്ര അംഗങ്ങൾ വേണമെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിനും ഈ പറയുന്ന രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഏകീകൃതമായ രീതിയിൽ ആ ഒരു സ്വഭാവം ഇതിൽ ഉണ്ടാക്കണം എന്നതുകൊണ്ട് തന്നെ ഓരോരോ ഇക്വേഷൻസും ഒക്കെ വെച്ചിട്ടാണ് ആ പറയുന്ന റേഷ്യോ, ഏകീകൃതമാകണം എന്ന് പറയുന്ന റേഷ്യോ സെറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഓരോരോ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. എന്ത്, സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ തോത് ഏകീകൃതമായിരിക്കണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. കൂടുതലൊന്നും കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ രാഷ്ട്രപതി ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ പറഞ്ഞു പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ MP-മാർക്കും ഈ പറയുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഓരോ MP-യുടെയും വോട്ട്, അതായത് ഒരാൾ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വോട്ടായിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിനൊരു വാല്യൂ ആണ് കൊടുക്കുന്നത്. ഉദാഹരണം പറയുകയാണ്, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഒരു രാഷ്ട്രപതി ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ഒരു MP-യുടെ വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 708 ആണ്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ നിയമസഭയിലെ ഒരു MLA, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ചെയ്യുന്ന വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത്, ഒരു മൂല്യം എന്ന് പറയുന്നത് 152 ആണ്. ഓക്കെ, അത് ഉത്തർപ്രദേശിലാണിക്കോട്ടെ അത് മാറി 208 അവിടുത്തെ, ഏകദേശം ഒരു 208 അടുത്താണ് ഉത്തർപ്രദേശിലെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോ MP-മാരുടെയും വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് സെയിം ആണ്, 708 സെയിം ആണ്. പക്ഷേ ഓരോ സംസ്ഥാനത്തിലെയും MLA-മാരുടെ വോട്ടിൻ്റെ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. അത് കേരളത്തിൽ 152 ഒരു MLA ചെയ്യുന്ന വോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ അത് വ്യത്യാസം. അപ്പോൾ ഓരോ സംസ്ഥാനത്തിലെയും MLA-മാരുടെ വോട്ടിൻ്റെ മൂല്യത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ തോത് ഏകീകൃതമായിരിക്കണം എന്ന് മനസ്സിലാക്കുക. ആ റേഷ്യോടെ ഈക്വൽ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ്. ഈ കാര്യം നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ചപ്പോൾ ഇതേ സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ പോലെയല്ല, ഇവിടെ ഉപയോഗിക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ്. എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, പേര് മാത്രം മനസ്സിലാക്കി വെക്കുക. ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് രഹസ്യ ബാലറ്റ് വഴിയാണ്. രഹസ്യ ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് വോട്ട് ചെയ്യുമ്പോൾ, അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ വോട്ട് ചെയ്യുന്നത് മറ്റാർക്കും കാണാൻ പറ്റില്ല, രഹസ്യമായിട്ടാണ്. നമ്മൾ സാധാ ഇലക്ഷൻ പോലെ തന്നെ രഹസ്യ ബാലറ്റ് വഴിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തർക്കങ്ങളും അന്വേഷിക്കുന്ന അന്തിമ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി പഠിച്ചപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തർക്കങ്ങളും അന്വേഷിക്കുന്നതും അതിൻ്റെ അന്തിമ തീരുമാനമെടുക്കുന്നതും ആരാണ്? സുപ്രീം കോടതിയാണ്. ഇനി രാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 56-ലാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ അവിടെ പറയാം ഇലക്ഷൻ്റെ കാര്യത്തിൽ. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രൽ കോളേജിൽ കുറേ അംഗങ്ങളുണ്ട്. ഈ ഇലക്ട്രൽ കോളേജ് അപൂർണമാണ് എന്ന കാരണത്താൽ ഒരിക്കലും ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത് അത് ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഇലക്ട്രൽ കോളേജ് കംപ്ലീറ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. അതിലുള്ള ഇലക്ട്രൽ കോളേജ് എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു മെജോറിറ്റി കിട്ടിയാൽ മതി പ്രസിഡന്റിന് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രൽ കോളേജ് അപൂർണമാണ് എന്നതുകൊണ്ട് ഒരു പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 56 രാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നത് 56 പറഞ്ഞു. അപ്പോൾ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് ആരാണ് രാഷ്ട്രപതിയായിട്ട് ആക്ട് ചെയ്യുന്നത്? ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്യുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന കസേരയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പദവി എന്ന രീതിയിൽ, അതായത് രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് അടുത്ത രാഷ്ട്രപതി ആവേണ്ടത് ഉപരാഷ്ട്രപതിയാണല്ലോ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഉപരാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് പറയുന്നത്. ആ രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാരണമേ ഭരണഘടനയിൽ പറയുന്നുള്ളൂ. അതായത് രാഷ്ട്രപതിയെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 61 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കാരണമായിട്ട് ഒരൊറ്റ കാരണമേ പറയുന്നുള്ളൂ. എന്താണ്? ഭരണഘടനാ ലംഘനം.
അപ്പോൾ ഒരു രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. ആ ആർട്ടിക്കിൾ 61 ഇതിനെക്കുറിച്ച് പറയുന്നത്. ആ പ്രകാരം രാഷ്ട്രപതി ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഞാൻ പറയുകയാണ്, രാജിക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നതാണ് ഉപരാഷ്ട്രപതിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉപരാഷ്ട്രപതിക്ക് ഈ രാജിക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഈ വിവരം ആരെ അറിയിക്കണം? ലോകസഭ സ്പീക്കറെ അറിയിക്കണം. ആ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് വെക്കണേ. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതിക്ക് അത്തരത്തിലൊരു രാജിക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം ലോകസഭാ സ്പീക്കറെ ഉടനടി ആരറിയിക്കണം? ഉപരാഷ്ട്രപതി അറിയിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ തലസ്ഥാനം തുടരുന്നതാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി 5 വർഷം കഴിഞ്ഞ് അടുത്ത ആൾ ഉദ്യോഗത്തിൽ വരുന്നത് വരെ ആ സ്ഥാനം തുടരണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രാഷ്ട്രപതിയായ ഒരു വ്യക്തിക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 2 തവണയാണ് രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുക. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് രാഷ്ട്രപതിയായിട്ട് മത്സരിക്കാവുന്നതാണ്. അത് ആർട്ടിക്കിൾ 57 പറയുന്നത്. അടുത്തത് രാഷ്ട്രപതി ആകുവാനുള്ള യോഗ്യതകളെ കുറിച്ച് പറയുന്നതാണ് 58. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 58. രാഷ്ട്രപതി ആകുവാനുള്ള യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണിത്. എന്തൊക്കെയാണ് യോഗ്യത? 1, ഇന്ത്യൻ പൗരനായിരിക്കണം. ഞാൻ പറഞ്ഞു, ജന്മസിദ്ധമായ പൗരത്വം ലഭിച്ച ഒരാൾക്കും, അതായത് ബൈ ബർത്ത് ഇന്ത്യക്കാരനായ ഒരാൾക്കും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താ പറയുന്നത്, നാച്ചുറലൈസേഷൻ എന്ന് പറയും, ചിരകാല അധിവാസം മുഖേന പൗരനായ ഒരു വ്യക്തിക്കും ഇന്ത്യൻ പ്രസിഡന്റായിട്ട് മത്സരിക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ? സിറ്റിസൺഷിപ്പിൻ്റെ ക്ലാസ്സിൽ. പിന്നെ വയസ്സൊന്ന് ആലോചിച്ച് വയ്ക്കുക. 35 വയസ്സ് പൂർത്തി ആയിരിക്കണം ആ പറയുന്ന വ്യക്തിക്ക്. അതുപോലെ തന്നെ ലോകസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കുവാൻ യോഗ്യത. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക, രാജ്യസഭയിലെ ഒരു അംഗം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തരാം, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി ആകുവാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് ലോകസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യത ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ മറ്റേതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിൻ്റെയോ ഒന്നും ഒരു കീഴിലും എന്തുണ്ടാവാൻ പാടില്ല? ആദായകരമായ ഒരു ഉദ്യോഗം വഹിക്കുവാൻ പാടില്ല. അതായത് അവരുടെ കീഴിൽ ഏതെങ്കിലും ശമ്പളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുന്ന ഒരു ഉദ്യോഗം ആര് വഹിക്കാൻ പാടില്ല? രാഷ്ട്രപതി ആയിരിക്കുന്ന വ്യക്തി വഹിക്കാൻ പാടില്ല. അത്തരം ഒരു വ്യക്തിക്ക് മാത്രമേ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിലവിൽ രാഷ്ട്രപതിയുടെ വേതനം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിലവിൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. രാഷ്ട്രപതി പാർലമെന്റിലെ ഇരുസഭകളിലെയോ സംസ്ഥാന നിയമസഭയിലെയോ അംഗമാകാൻ പാടില്ല എന്നും കൂടി ആലോചിച്ച് വയ്ക്കാം. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് രാഷ്ട്രപതി പാർലമെന്റിലെ ഇരുസഭകളിലെ ഏതെങ്കിലും അംഗമായ ഒരു വ്യക്തി രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രാഷ്ട്രപതി കസേരയിലിരിക്കുന്ന ആ ഒരു സമയം മുതൽ അദ്ദേഹം ഈ പറയുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്ന സ്ഥാനം രാജിവെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പ്രണബ് മുഖർജി പ്രസിഡന്റായ സമയത്ത് നിങ്ങൾക്ക് അറിയാം, അങ്ങനെയായിരുന്നു അദ്ദേഹം രാജിവെച്ചത്. ഓക്കെ, ഇനി രാഷ്ട്രപതിക്ക് നിരവധി വിശേഷ അധികാരങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും അർഹതയുണ്ട് എന്നും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അതായത് അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത പേഴ്സണലായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ഉണ്ടാവില്ല? ക്രിമിനൽ നടപടികളിൽ നിന്നുണ്ടാവില്ല. ക്രിമിനൽ നടപടികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ തൻ്റെ ഔദ്യോഗിക കാലയളവിൽ വ്യക്തിപരമായ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു? എല്ലാത്തരം ക്രിമിനൽ നടപടികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനോ തടവിലിടാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ സിവിൽ കേസുകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ക്രിമിനൽ കേസിൽ യാതൊരു വിധത്തിലുള്ള അറസ്റ്റൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ക്രിമിനൽ കേസിൽ, അത് മീൻസ് സിവിൽ കേസുകളുടെ കാര്യത്തിലാണെങ്കിൽ 2 മാസത്തെ നോട്ടീസ് നൽകിയ ശേഷം, 2 മാസത്തെ നോട്ടീസ് നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്കെതിരെ എന്ത് സിവിൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഒരു തരത്തിലും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. സിവിൽ കേസുകളാണെങ്കിൽ സിവിൽ കേസ് നടപടികൾ സ്വീകരിക്കാനായിട്ട് 2 മാസത്തെ നോട്ടീസ് നൽകിയ ശേഷം അത്തരത്തിൽ സിവിൽ നടപടികൾ സ്വീകരിക്കാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ ഏതാണ്? 60 പറയാനുള്ളത്. പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ എന്താണ്? ഓത്ത് അല്ലേ? ഓത്ത് എന്ന് പറയുമ്പോൾ മുമ്പിൽ തന്നെ ഒരു 0 അല്ലേ? അപ്പോൾ ഈ 60 വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിജ്ഞ. അപ്പോൾ രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 60 പറയുന്നത്. അപ്പോൾ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 61 എന്തുണ്ട്? ഈ 1 എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഇംപീച്ച്മെൻറ്റും കണക്ട് ചെയ്യാം, അതേപോലെ ഓത്തും 60 കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യേണ്ടത്, പുറത്താക്കേണ്ടത് എന്ന് പറയുന്ന നടപടികളെ കുറിച്ചാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഭരണഘടനാ ലംഘനത്തിന് മാത്രമേ ഒരു രാഷ്ട്രപതിയെ പുറത്താക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു രാഷ്ട്രപതിയെ ഭരണഘടന ലംഘിച്ച കുറ്റത്തിന്
വിചാരണ നടത്തേണ്ടി വരുമ്പോൾ, അപ്പോൾ അത് വിചാരണയൊക്കെ നടത്തിയിട്ടാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടന ലംഘിച്ച ഒറ്റ കുറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുറ്റത്തിന് വിചാരണ നടത്തേണ്ടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോപണം പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉന്നയിക്കേണ്ടതാണെന്നാണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ രാജ്യസഭയിൽ മാത്രമേ അത് ഉന്നയിക്കാൻ പാടൂ, അങ്ങനെയല്ല, ലോകസഭയിൽ മാത്രമേ അത് ഉന്നയിക്കാൻ പാടൂ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നാൽ തെറ്റാണ്. അതായത് അത്തരത്തിലൊരു ആരോപണം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാർലമെന്റിന്റെ ഏത് സഭയിലും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പാർലമെന്റിന്റെ ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്ന് ഉന്നയിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അത്തരത്തിൽ ആരോപണം ഉന്നയിച്ച ആ സഭയിലെ 4/1 അംഗങ്ങൾ, ഓക്കെ, 1/4, അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകസഭയിലാണ് ഇത് ഉന്നയിക്കുന്നതെങ്കിൽ ലോകസഭയിലെ 1/4 അതായത് മൊത്തം എത്ര അംഗസംഖ്യ ഉണ്ടോ അതിൻ്റെ 1/4 ആളുകൾ ഒപ്പുവെച്ച പ്രമേയം എന്ത് ചെയ്യണം? സഭയിൽ അവതരിപ്പിക്കണം. ആ അവതരിപ്പിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? 14 ദിവസത്തെ നോട്ടീസ് രാഷ്ട്രപതിക്ക് നൽകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആരോപണം ഉന്നയിച്ച ആ സഭ, ഏത് സഭയാണ്, ആ സഭയിലെ 4/1 അംഗങ്ങൾ ആരോപണം അടങ്ങുന്ന പ്രമേയം ഒപ്പിടണം. ഒപ്പിട്ടതിന് ശേഷം എന്ത് ചെയ്യണം? 14 ദിവസത്തെ നോട്ടീസ് രാഷ്ട്രപതിക്ക് നൽകേണ്ടതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, 14 ദിവസത്തെ നോട്ടീസ് രാഷ്ട്രപതിക്ക് നൽകിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടൂ. ഓക്കെ, അപ്പോൾ ഏത് സഭയിലും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആ സഭയിലെ ഏത് സഭയിലെയാണോ ആ സഭയിലെ 1/4 അംഗങ്ങൾ ഒപ്പിടണം. ഒപ്പിട്ടിട്ട് 14 ദിവസത്തെ നോട്ടീസും രാഷ്ട്രപതിക്ക് സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഈ പ്രമേയം പ്രത്യേക ഭൂരിപക്ഷത്തിലാണ് ആ സഭ പാസ്സാക്കേണ്ടത്. മനസ്സിലാക്കിയോ? അപ്പോൾ ഏത് സഭയിലാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സഭ എന്ത് ചെയ്യണം? പ്രത്യേക ഭൂരിപക്ഷത്തിൽ. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 61 സ്പെഷ്യൽ മെജോറിറ്റിയാണ്. അതായത് നമ്മൾ മുന്നേ ആർട്ടിക്കിൾ 368 സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയിൽ ഒരു 4-5 ടൈപ്പ് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെയും പ്രത്യേക ഭൂരിപക്ഷത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമേ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 61 പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഒരു കാര്യം കൂടി ആലോചിച്ചോ, നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റി, അതായത് പാസ്സാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 61 പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സഭ എന്ത് ചെയ്യും? പ്രത്യേക ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രമേയം അടുത്ത സഭയിലേക്ക് അയക്കും. അടുത്ത സഭ എന്ത് ചെയ്യും? ഈ പറയുന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഈ പറയുന്ന അന്വേഷണത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹാജരായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് അവസരം ലഭിക്കും. ഓക്കെ, അതിനുശേഷം അന്വേഷണത്തിന് ശേഷം ആ സഭയും ഈ പ്രമേയം പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുകയാണെങ്കിൽ ആ പ്രമേയം അപ്രകാരം പാസ്സാക്കുന്ന ആ തീയതി മുതൽ എന്ത് ചെയ്തിട്ട് രാഷ്ട്രപതി പുറത്താക്കപ്പെടും. ഓക്കെ, അപ്പോൾ അന്വേഷണത്തിന് ശേഷം ആ സഭയും ഈ പ്രമേയം പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുകയാണെങ്കിൽ ആ പ്രമേയം പാസ്സാക്കുന്ന തീയതി മുതൽ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. പാർലമെന്റ് ഇരു സഭകളിലും ഏതെങ്കിലും ഒന്ന് ഉന്നയിക്കേണ്ടതാണ്. മനസ്സിലായോ? അങ്ങനെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഇത് ഉന്നയിക്കാം. അങ്ങനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തെ നോട്ടീസ് രാഷ്ട്രപതിക്ക് നൽകണം. രാഷ്ട്രപതിക്ക് അതിങ്ങനെ നൽകി കഴിഞ്ഞ് ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ സഭയിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരു സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തിൽ ആർട്ടിക്കിൾ 61 പറയുന്ന പ്രത്യേക ഭൂരിപക്ഷത്തിൽ വേണം ഈ പറയുന്ന പ്രമേയം പാസ്സാക്കേണ്ടത്. ഇരു സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തിൽ ഈ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ എന്തായി? പ്രസിഡന്റിനെ പുറത്താക്കി എന്നായി. ഓക്കെ, അപ്പോൾ ഇംപീച്ച്മെന്റ് എന്നത് പാർലമെന്റിലെ ഒരു അർദ്ധ ജുഡീഷ്യൽ നടപടിക്രമം. കാരണം എന്താണ്? അർദ്ധ ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യറിന്റെ ഏകദേശം പോലെയാണ്. കാരണം രാഷ്ട്രപതിയെ വിചാരണ ചെയ്യുന്നുണ്ട്. ഒരു കോടതിയിൽ എന്ന പോലെ വിചാരണ ചെയ്യാം. രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ കാര്യങ്ങൾ പോയി പറയാം. അങ്ങനെയൊക്കെ ഏകദേശം ഒരു കോടതിയുടെ രീതിയിലാണ് ഈ നടപടിക്രമം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു അർദ്ധ ജുഡീഷ്യൽ നടപടിക്രമമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഈ പറയുന്ന നടപടിക്രമം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഈ ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെയാണ്? അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ നമ്മൾ സംസ്ഥാന നിയമസഭയിലെ പറഞ്ഞു, ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും പറഞ്ഞു, പാർലമെന്റിലെയും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ രാഷ്ട്രപതിയെ പുറത്താക്കാൻ വേണ്ടി ആർക്ക് മാത്രമേ സാധിക്കൂ? പാർലമെന്റിലെ അംഗങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഇവിടെ എങ്ങനെയാണ്? മുഴുവൻ അംഗങ്ങളാണ്. ഇതിൽ എന്ത് പെടുന്നുണ്ട്? തെരഞ്ഞെടുത്ത അംഗങ്ങളും ഉണ്ട്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? സംസ്ഥാന നിയമസഭയ്ക്ക് യാതൊരുവിധ റോളും രാഷ്ട്രപതിയെ പുറത്താക്കുന്ന കാര്യത്തിലില്ല. ഓക്കെ, അപ്പോൾ ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങൾ മാത്രമാണ്. പിന്നെ മനസ്സിലാക്കി വയ്ക്കുക, ഇതുവരെയും ഒരു രാഷ്ട്രപതിയെയും ഇംപീച്ച് ചെയ്തിട്ടില്ല എന്ന് കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇനി രാഷ്ട്രപതിയുടെ ഉദ്യോഗത്തിലുള്ള ഒഴിവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയൊക്കെയാണ് രാഷ്ട്രപതിയുടെ ഉദ്യോഗത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കസേര ഒഴിവ് വരുന്നത് എങ്ങനെയൊക്കെയാണ് നോക്കാം. അതിൽ പറയുന്ന ആർട്ടിക്കിൾ 62 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് 5 വർഷ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ഒഴിവ് സംഭവിക്കും. പിന്നെ ഒന്നാണ് രാജിവെക്കുമ്പോൾ. പിന്നെ ഒന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കപ്പെടുമ്പോൾ. പിന്നെന്താണ് മരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം പദവി വഹിക്കാൻ അയോഗ്യനാകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒഴിവ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യമാണ്, ഇതുവരെ രാഷ്ട്രപതിയുടെ പദവിയിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ട 2 പ്രസിഡന്റുമാരേ ഉള്ളൂ. അത് ഒന്ന് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓക്കെ. ഇനി രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കുക വഴി ഉണ്ടാകുന്ന ഒഴിവാണെങ്കിൽ, അതായത് രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കുക, അങ്ങനെ രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കുന്ന വഴിയാണ് ഒഴിവ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഒഴിവ് നികത്താനുള്ള തിരഞ്ഞെടുപ്പ് ഈ പറയുന്ന പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കണം. ഓക്കെ. അപ്പോൾ നിലവിലൊരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അടുത്ത പ്രസിഡന്റിനെ ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കണം എന്ന് മനസ്സിലാക്കുക. ഇനി മരണം, അതേപോലെ രാജി, അതേപോലെ ഇംപീച്ച്മെന്റ്, അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന ഏതെങ്കിലും കാരണത്താലാണ്, അതായത് 5 വർഷ കാലാവധി പൂർത്തീകരിക്കാത്ത വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ്, ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ഒഴിവ് സംഭവിക്കുന്നതെങ്കിൽ ആ ഒഴിവ് നികത്തുവാനുള്ള തിരഞ്ഞെടുപ്പ് ആ ഒഴിവുണ്ടായ തീയതിക്ക് ശേഷം 6 മാസത്തിനുള്ളിൽ നികത്തേണ്ടതാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ പറയുന്നത് എന്താണ്, രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത ആളെ തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടേയാണ് ഒഴിവ് സംഭവിക്കുന്നതെങ്കിൽ ഈ ഒഴിവ് സംഭവിച്ച തീയതി മുതൽ 6 മാസത്തിനുള്ളിലാണ് ഇലക്ഷൻ നടത്തി പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. ആ പുതിയ വരുന്ന ആൾക്ക് പിന്നീട് 5 വർഷം ഭരിക്കാൻ പറ്റും. ഓക്കെ. ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ച്, രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന നിർവാഹക അധികാരം എന്ന് പറഞ്ഞു അല്ലേ. യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഏത് പ്രവൃത്തിയും ചെയ്ത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏത് പ്രവൃത്തിയും ഏത് ഡോക്യുമെൻറ്റും ഒപ്പിടുന്നതൊക്കെ ആരാണ്, രാഷ്ട്രപതിയാണ്. അതായത് രാഷ്ട്രപതിയുടെ പേരിലാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ പ്രധാനമന്ത്രിയെയും പിന്നെ ഒന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്, രാഷ്ട്രപതിയാണ്. ഓക്കെ. അത് നമ്മളിനി പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്, രാഷ്ട്രപതിയാണ്. ഇവർ പദവിയിൽ ഇരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണെന്നാണ് പറയുന്നത്. അതായത് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലമാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും എന്തിലിരിക്കുന്നത്, പദവിയിൽ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ പറയുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 75 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി അടുത്തത് പ്രധാനമന്ത്രിയുടെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ വീണ്ടും പഠിക്കും. പക്ഷേ മനസ്സിലാക്കി വെച്ചാൽ ഈ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 75 എന്താ പറയുന്നത്, പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവർ പദവിയിൽ ഇരിക്കുന്നത് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലമാണ്. ഓക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്ന ആളുകളെ നിയമിക്കുന്നു. ഇനി കുറച്ച് ആൾക്കാരെ പറയുകയാണ്, ഇവരൊക്കെ നമ്മൾ നിയമിക്കാൻ പോകുന്നത് രാഷ്ട്രപതിയാണ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭരണഘടനാ സ്ഥാപനത്തിൽ പഠിച്ച ആളുകളൊക്കെ തന്നെയാണ്. അറ്റോർണി ജനറലെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും മറ്റംഗങ്ങളും, സംസ്ഥാന ഗവർണർമാർ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും അംഗങ്ങളും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ആരാണ് നിയമിക്കുന്നത്, രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരമായ വിവരങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് തേടാൻ സാധിക്കും. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഭരണപരമായ വിവരങ്ങൾ രാഷ്ട്രപതിക്ക് അറിയണമെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ മതി. പ്രധാനമന്ത്രി ആ വിവരങ്ങൾ രാഷ്ട്രപതിക്ക് കൈമാറേണ്ടതാണ്. ഇനി നമ്മൾ പഠിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാനെ, ആ പറയുന്ന കമ്മീഷനത്തെ നിയമിക്കുന്നത് ആരാണ്, ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്, രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അന്തർ സംസ്ഥാന കൗൺസിലിനെ കുറിച്ച് പറഞ്ഞു. സംസ്ഥാന കൗൺസിലിനെ നിയമിക്കുന്നത് ആരാണ്, പറയുന്നത് നമ്മുടെ പ്രസിഡന്റാണ്. ഇനി ഇതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഏതൊരു മേഖലയെയും ഷെഡ്യൂൾഡ് മേഖലയായി പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതി. അപ്പോൾ ഏതൊരു മേഖലയും ഷെഡ്യൂൾഡ് മേഖല അഥവാ ഷെഡ്യൂൾഡ് ഏരിയയായിട്ട് പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഷെഡ്യൂൾഡ് മേഖലകൾ, ആദിവാസി മേഖലകൾ എന്നിവയുടെ ഭരണവുമായി ബന്ധപ്പെട്ട അധികാരം രാഷ്ട്രപതി നിർവഹിക്കുന്നു എന്നും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ. അത്തരം കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പറയുന്നത്. അടുത്തതാണ് നിയമനിർമ്മാണ അധികാരങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്, ഇൻറ്റഗ്രൽ പാർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തല്ല, രാഷ്ട്രപതി ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പാർലമെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പറയും പാർലമെൻറ്റ് എന്ന് പറയുന്നതിൽ 3 ആൾക്കാരാണുള്ളത്. ഒന്ന് പ്രസിഡന്റ്, ഒന്ന് ലോകസഭ, ഒന്ന് രാജ്യസഭ. ഇത്രയും കൂടെ കൂടുമ്പോഴാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്, പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് പറയുന്നത്. ഓക്കെ. പക്ഷെ എന്തല്ല, പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഒരു അംഗമല്ല.
അതായത് ലോകസഭയിലെയോ രാജ്യസഭയിലെയോ ഒരു അംഗമല്ല രാഷ്ട്രപതി എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് അവിഭാജ്യ ഘടകമാണ്, പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പം നമുക്കറിയാം, ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ബില്ല് ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അവസാനം ആര് ഒപ്പിടണം? പ്രസിഡന്റ് ഒപ്പിടണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഒരു നിയമമൊക്കെ ഇറക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ ഭാഗം കൂടി അവിടെ ക്ലിയർ ആവണം. അതുകൊണ്ടാണെന്ന് പറയുന്നത് പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകം. പാർലമെന്റിന്റെ പ്രധാന ജോലി നിയമം ഉണ്ടാക്കലല്ലേ? ആ നിയമം ഉണ്ടാക്കുന്ന ജോലി കംപ്ലീറ്റ് ആവണമെങ്കിൽ പ്രസിഡന്റും കൂടെ അവിടെ വിചാരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. പക്ഷെ എന്തല്ല, പാർലമെന്റിലെ അംഗമല്ല. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിക്ക് പാർലമെന്റിനെ വിളിച്ചപ്പോൾ പാർലമെന്റിലെ ഓരോ സഭയെയും വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. അതേപോലെ പ്രരോഗ് ചെയ്യുന്ന രാഷ്ട്രപതി. അതൊക്കെ എന്താണ് നമ്മൾ പാർലമെന്റിൽ പഠിക്കും കേട്ടോ. അപ്പോൾ പ്രരോഗം ചെയ്യുന്നത് പി ആണ്. രാഷ്ട്രപതി പറയുമ്പോൾ പ്രസിഡന്റിലും പി ഉണ്ട്, പ്രരോഗിലും പി ഉണ്ട്. അപ്പോൾ രണ്ടും അത് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിക്ക് പാർലമെന്റിനെ വിളിച്ചു ചേർക്കാം, സമ്മൻ ചെയ്യാം, പ്രരോഗ് ചെയ്യാം. അതുപോലെ തന്നെ ലോകസഭ പിരിച്ചുവിടുന്നതും, അതായത് ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് ലോകസഭ പിരിച്ചുവിടുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ പാർലമെന്റിലെ ഇരു സഭകളും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത്, ഏതെങ്കിലും ബില്ലിനെ ചൊല്ലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള ആദ്യ സമ്മേളനത്തിൻ്റെ തുടക്കം രാഷ്ട്രപതി എന്ത് ചെയ്യും? അതായത് ഇനിയിപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്, ആ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകസഭ നിലവിൽ വരുന്ന സമയത്ത് ആദ്യത്തെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരായിരിക്കും? പാർലമെന്റിൽ ആരാണ് വിളിച്ചു ചേർക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതി ആയിരിക്കും വിളിച്ചു ചേർക്കുന്നതും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതി ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനം അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുടെയും കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ലോകസഭയിലെ ഏതൊരു അംഗത്തെയും അതിൻ്റെ നടപടികളിൽ അധ്യക്ഷത വഹിക്കാൻ രാഷ്ട്രപതിക്ക് നിയമിക്കാം. അതായത് സ്പീക്കറും ഇല്ല, സ്പീക്കർ ഇല്ലാത്ത സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കറാണ് സ്പീക്കറുടെ പണി ചെയ്യേണ്ടത്. ഇനി ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ലോകസഭയിലെ ഏതൊരു അംഗത്തെയും സ്പീക്കറുടെ കസേരയിലേക്ക് ഇരുത്താൻ ആർക്ക് പറ്റും? രാഷ്ട്രപതിക്ക് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് രാജ്യസഭയിലും. ചെയർമാനും വൈസ് ചെയർമാനും ഇല്ലാത്ത സമയത്ത്, ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലാത്ത സമയത്ത് ഈ പറയുന്ന, അതായത് നമ്മുടെ രാജ്യസഭയിലെ ചെയർമാനും ഇല്ലാത്ത സമയത്ത് ഡെപ്യൂട്ടി ചെയർമാനാണ് പണിയെടുക്കുന്നത്. ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ഏതൊരു അംഗത്തെയും പിടിച്ച് ചെയർമാൻ്റെ കസേരയിൽ എത്തിയിട്ട് പണിയെടുപ്പിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? രാഷ്ട്രപതിക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, രാജ്യസഭയിൽ 12 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? അതായത് രാജ്യസഭയിലെ 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ആർക്ക് സാധിക്കും? രാഷ്ട്രപതിക്ക് കഴിയും. അത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ്? സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക സേവനം. ശാസ്ത്രം, സാഹിത്യം, കല, സാമൂഹിക സേവനം എന്നീ 4 മേഖലകളിൽ നിന്നും പ്രത്യേക അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്നും 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുവാൻ രാഷ്ട്രപതിക്ക് കഴിയും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് രാഷ്ട്രപതിയുടെ പാർലമെൻറ്റുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടി ആലോചിച്ചുകൊണ്ട് രാഷ്ട്രപതി തീരുമാനമെടുക്കും. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച്, ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ പാർലമെൻറ്റ് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടി ആലോചിച്ചുകൊണ്ട് രാഷ്ട്രപതി തീരുമാനമെടുക്കും. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ചില ബില്ലുകൾ അവതരിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി അല്ലെങ്കിൽ മുൻകൂർ ശുപാർശ ആവശ്യമാണ്. ഉദാഹരണം, മണി ബില്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മണി ബില്ലൊക്കെ നമ്മുടെ ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ബില്ലെന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും പുതിയ സംസ്ഥാനം ഉണ്ടാക്കാൻ, സംസ്ഥാനത്തിൻ്റെ ബൗണ്ടറി മാറ്റുക, സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുക, അത്തരം കാര്യങ്ങൾക്കും ഇതേപോലെ രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ ആവശ്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മണി ബില്ല് പോലത്തെ ബില്ലുകൾ, അതേപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ബൗണ്ടറി മാറ്റുക, ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കുക, അത്തരം ബില്ലുകൾക്കൊക്കെ രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ ആവശ്യമാണ്. ഇനി പാർലമെൻറ്റ് പാസ്സാക്കിയ ശേഷം ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണ്ടേ? പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണം. രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ രാഷ്ട്രപതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ ബില്ലിനൊന്നെങ്കിൽ സമ്മതം നൽകാം, അതെങ്കിൽ സമ്മതം തടഞ്ഞു വെക്കാം, അതുമല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വേണ്ടി ബില്ല് തിരികെ അയക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഒരു മണി ബില്ലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാൻ സാധിക്കില്ല. ഓക്കെ, ആ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഒരു മണി ബില്ലാണെങ്കിൽ ഒരു കാരണവശാലും രാഷ്ട്രപതിക്ക് ആ ബില്ല് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചയക്കാൻ സാധിക്കില്ല എന്നത് മനസ്സിലാക്കി വയ്ക്കുക. വേറെ ഏത് ബില്ലാണെങ്കിലും തിരിച്ചയക്കാം. ഇനി ഒരു സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലാണെങ്കിൽ, സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് എന്താ ചെയ്യുന്നത്? ഗവർണർക്കാണ് സമർപ്പിക്കുന്നത്. ഗവർണർക്ക് വേണമെങ്കിൽ ചില ബില്ലുകൾക്ക് ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും. അങ്ങനെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ബില്ലാണെങ്കിൽ അതിനെന്തൊക്കെ രാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയും?
എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബില്ലിന് സമ്മതം നൽകാൻ കഴിയും, ബില്ലിനുള്ള സമ്മതം തടഞ്ഞു വെക്കാൻ കഴിയും, അതുപോലെ തന്നെ പുനഃപരിശോധനയ്ക്ക് വേണ്ടി ബില്ല് തിരികെ നൽകാൻ ഗവർണറോട് നിർദ്ദേശിക്കാൻ കഴിയും. ഓക്കെ, ആ ബില്ല് വീണ്ടും നിയമസഭയിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ഗവർണറോട് നിർദ്ദേശിക്കാൻ കഴിയും. മണി ബില്ലാണെങ്കിൽ ഇവിടെ എന്ത് പറ്റില്ല? തിരിച്ചയക്കാൻ കഴിയും, പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ മറ്റൊരു അധികാരമാണ് നിയമനിർമ്മാണവും അധികാരവുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. അപ്പോൾ രാഷ്ട്രപതിയുടെ ഏറ്റവും വലിയ നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഓർഡിനൻസ് പുറപ്പെടുവിക്കലാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. എപ്പോൾ വേണമെങ്കിൽ ഒരു ഓർഡിനൻസ് പിൻവലിക്കാനും ആർക്ക് സാധിക്കും? രാഷ്ട്രപതിക്ക് സാധിക്കും. ഇനി സാമ്പത്തികമായ അധികാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ പറഞ്ഞു മണി ബില്ല് എന്ന് പറയുന്നത് സാമ്പത്തികമായി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു മണി ബില്ലായിട്ട് ഇറക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഒരു രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശയോടെ മാത്രമേ മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക അധികാരമാണ്. അതുപോലെ തന്നെ കേന്ദ്ര ബജറ്റ് പാർലമെന്റിന് മുൻപാകെ വെക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലേ. കേന്ദ്ര ബജറ്റ് പാർലമെന്റിന് മുൻപാകെ വെക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ ശുപാർശയിലല്ലാതെ ഗ്രാൻഡിനായി ഒരു ആവശ്യവും ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഏതൊക്കെ സാമ്പത്തിക അധികാരമാണോ നിയമ അധികാരമാണോ എന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ മതി ഏതൊക്കെയാണ് അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഐഡിയ ഉണ്ടാക്കി, കാണാതെ പഠിക്കാനല്ല. ഇതൊക്കെ നിങ്ങൾ ഓരോ ചാപ്റ്ററിലൂടെ നിങ്ങൾ വിശദീകരിച്ച് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർലമെന്റിൽ വീണ്ടും കേൾക്കും. അങ്ങനെ ഓരോ ചാപ്റ്ററിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്രസിഡന്റ് കാര്യം മാത്രമായിട്ട് ഇവിടെ പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ മാക്സിമം ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ വേഗം വേഗം നിങ്ങൾക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? രാഷ്ട്രപതിയുടെ ശുപാർശയിലല്ലാതെ ഗ്രാൻഡിനായി ഒരു ആവശ്യം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നിങ്ങൾക്കറിയാം, 112 ആണ്. അതേപോലെ തന്നെ ഗ്രാൻഡ്, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്, അത് ഗ്രാൻഡിനുമായിട്ടുള്ള ആവശ്യം, ഗ്രാൻഡിൻ്റെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 113 എന്താ പറയുന്നത് വെച്ചാൽ അത് ഇത്രേ ഉള്ളൂ. ഏത് മന്ത്രാലയത്തിനും ആയിക്കോട്ടെ, ഏത് വകുപ്പിനും ആയിക്കോട്ടെ, അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ട ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അപേക്ഷയാണ് എന്ത് പറയുന്നത്? ഗ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ബജറ്റ് ഇറങ്ങുന്നതിന് മുന്നേ, ബജറ്റ് പാസ്സായാലേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓരോ മന്ത്രിസഭയ്ക്കും ഓരോ മന്ത്രാലയത്തിനും അതിൽ ഓരോ വകുപ്പിനും പ്രവർത്തിക്കാനായിട്ട് പൈസ വേണം. ആ ഫണ്ട് കിട്ടാനുള്ള ഒരു ഔദ്യോഗികമായ അപേക്ഷയാണ് എന്ത്? ഗ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 113 എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? രാഷ്ട്രപതിയുടെ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ. ഓക്കെ, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഏതൊരു ചെലവും നിറവേറ്റുന്നതിനായി ഇന്ത്യയുടെ ആകസ്മിക ഫണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിൻജൻസി ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് അഡ്വാൻസ്, ആകസ്മികം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, അപ്പോൾ പെട്ടെന്ന് പൈസ, അതിനൊക്കെ വേണ്ടി പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസിഡന്റിൻ്റെ ഈ പറയുന്ന കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. അതിനെന്ത് വേണം? ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സമ്മതം വേണം. ഓക്കെ, അതുപോലെ തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാന വിഭജനം, നമ്മൾ പറഞ്ഞു ടാക്സിൻ്റെ വിഭജനം, നികുതിയുടെ വിഭജനം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് 5 വർഷത്തിൽ ധനകാര്യ കമ്മീഷൻ അദ്ദേഹത്തിന് രൂപീകരിക്കുന്നത് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജുഡീഷ്യൽ അധികാരങ്ങൾ എന്തൊക്കെയായിരിക്കും? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. നമ്മൾ പറഞ്ഞു നിയമത്തിൻ്റെയോ വസ്തുതയുടെയോ ഏത് ചോദ്യത്തിനും രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം തേടുവാനുള്ള അധികാരമുണ്ട്. നമ്മൾ പഠിച്ചു, സുപ്രീം കോടതി പഠിച്ചപ്പോൾ ആർട്ടിക്കിൾ 143 പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വിശദീകരിച്ച് പഠിച്ചാണ് ആർട്ടിക്കിൾ 143. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിയമത്തിൻ്റെയോ വസ്തുതയുടെയോ ഏത് ചോദ്യത്തിനും രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം തേടുവാനുള്ള അധികാരമുണ്ട്. നമ്മൾ പഠിച്ചില്ലേ, അഡ്വൈസറി, ഉപദേശക അധികാരപരിധി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അടുത്തത് ചില സംഗതികളിൽ മാപ്പ് നൽകുവാനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാർഡനിങ്, അതായത് മാപ്പ് നൽകാനുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 72 എന്ത് പറയുന്നത്? രാഷ്ട്രപതിക്ക് ഇന്ന കാര്യങ്ങളിലൊക്കെ മാപ്പ് നൽകാൻ അല്ലെങ്കിൽ ശിക്ഷാവിധികളൊക്കെ കുറച്ച് കൊടുക്കാൻ, നിർത്തിവെക്കാനൊക്കെ സാധിക്കുമെന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 72 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സംഗതികളിൽ മാപ്പ് നൽകാനും ശിക്ഷാവിധികൾ നിർത്തിവെക്കുകയോ ഇളവ് ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുവാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കേസിലാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഒരു പട്ടാള കോടതിയുടെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിലൊക്കെ ഒന്നെങ്കിൽ മാപ്പ് നൽകാനോ അല്ലെങ്കിൽ നിർത്തിവെക്കാനോ അല്ലെങ്കിൽ ഇളവ് ചെയ്യാനോ ലഘൂകരിക്കാനോ ഒക്കെ ചെയ്യും. ആർക്ക് സാധിക്കും? പ്രസിഡന്റിന് സാധിക്കും. അപ്പോൾ ഒരു പട്ടാള കോടതിയുടെ ശിക്ഷാവിധിയുമായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂണിയൻ്റെ നിർവാഹകാധികാരത്തിൻ്റെ വ്യാപ്തിയിലുള്ള, അതായത് യൂണിയൻ്റെ നിർവാഹക അധികാരത്തെ നമ്മൾ പറഞ്ഞു, പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിൻ്റെ കീഴിൽ, ആ പറയുന്ന എല്ലാ വിഷയങ്ങളിലും വരുന്നതാണ് യൂണിയൻ്റെ നിർവാഹകാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ വിഷയത്തെയും സംബന്ധിക്കുന്ന ഏതെങ്കിലും നിയമത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റത്തിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ യൂണിയൻ്റെ നിർവാഹകാധികാരത്തിൻ്റെ വ്യാപ്തിയിലുള്ള
ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും നിയമത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റത്തിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാപ്പ് നൽകാനോ അത് കുറയ്ക്കാനോ കൂട്ടാനോ എന്താ വെച്ചാൽ ഒക്കെ പറ്റും. ഓക്കെ, ഇനി മരണശിക്ഷയുമായി ബന്ധപ്പെട്ട് മരണശിക്ഷ വിധിയുമായി ബന്ധപ്പെട്ടും ഇതൊക്കെ ചെയ്യും. അപ്പോൾ മരണശിക്ഷ വിധിച്ച ഒരാൾക്ക് അത് പാഠം ചെയ്ത് കൊടുക്കാനോ മാപ്പ് നൽകാനൊക്കെ രാഷ്ട്രപതി കഴിയും. ഇനി ഇതേ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവർണറെ പഠിക്കുമ്പോഴും പറയും. പക്ഷേ ഗവർണർക്ക് ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് ഒരു തരത്തിലും മരണശിക്ഷാ വിധിയുമായി ബന്ധപ്പെട്ട് മാപ്പ് നൽകാനോ അത് കുറയ്ക്കാനോ ഒന്നും ആർക്ക് സാധിക്കില്ല? ഗവർണർക്ക്. അപ്പോൾ മരണശിക്ഷ വിധിയുമായി ബന്ധപ്പെട്ട് മാപ്പ് നൽകാൻ ഒരിക്കലും ഗവർണർക്ക് സാധിക്കില്ല. അത് ആർക്ക് മാത്രമേ സാധിക്കൂ? പ്രസിഡന്റിന് മാത്രമേ സാധിക്കൂ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് പലതരത്തിലുള്ള മാപ്പ് നൽകലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാർഡൻ, റിപ്രീവ്, റിസ്പൈറ്റ്, റിമിഷൻ, കമ്മ്യൂട്ടേഷൻ ഒക്കെ പറയുന്നതാണ് കുറച്ച് വാക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഇതെന്താണെന്നൊക്കെ നോക്കാം. പാർഡൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാപ്പ് നൽകുകയാണ്. അതായത് മാപ്പ് നൽകാൻ കംപ്ലീറ്റ് ആയിട്ട് മാപ്പ് നൽകുകയാണ്. അതായത് എല്ലാ കുറ്റങ്ങളിൽ നിന്നും വെറുതെ വിടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, പാർഡൻ, മാപ്പ് നൽകൽ. അപ്പോൾ കുറ്റവാളിയെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഇവിടെ എന്ത്? പാർഡൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പായുണ്ട്, ഇവിടെയും പായുണ്ട്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് പാർഡൻ എന്ന് പറയുന്നത്. എന്താണ് റിപ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഉദാഹരണം പറയുകയാണ്, ഒരാൾക്ക് മരണശിക്ഷ വിധിച്ചു. ആ മരണശിക്ഷ രാഷ്ട്രപതിയുടെ അടുത്ത് എത്തണം. രാഷ്ട്രപതി അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ. അത് എന്തായാലും മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഒരു ദയാഹർജി കൊടുക്കും. എന്നിട്ട് രാഷ്ട്രപതിയുടെ അവിടെ നിന്ന് ഒരു തീരുമാനം വരണം. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്തായാലും ഒരു തീരുമാനം വരണം. അതുവരെ എന്ത് ചെയ്യും? ഈ പറയുന്ന മരണശിക്ഷാ വിധി സ്റ്റേ ചെയ്യും. അതായത് തൽക്കാലം നിർത്തിവെക്കും. അതിനാണ് എന്ത് പറയുന്നത്? റിപ്രീവ് എന്ന്. അതായത് ഒരു താൽക്കാലിക കാലയളവിലേക്ക് ഒരു ശിക്ഷ നടപ്പാക്കുന്നത്, സ്റ്റേ ചെയ്യുന്നതിനെയാണ് റിപ്രീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഉദാഹരണം മരണശിക്ഷയാണെങ്കിൽ ആ മരണശിക്ഷ ദയാഹർജി പ്രസിഡന്റിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഒരു ഉത്തരം വരണ്ടേ? അത് മരണശിക്ഷ ശരിവെക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന ഒരു ഉത്തരം വരണം. ആ ഉത്തരവ് വരുന്നതിനിടയ്ക്ക് പോയിട്ട് ഇയാളെ തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വരുന്നത് വരെ ഈ തൽക്കാലത്തിന് ഈ മരണശിക്ഷ താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു പരിപാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്രീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയിൽ നിന്ന് മാപ്പ് അല്ലെങ്കിൽ ഇളവ് തേടാൻ കുറ്റവാളിക്ക് സമയം അനുവദിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? റെസ്പൈറ്റ് എന്ന് പറയുന്നതാണ്. റെസ്പൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയുടെ, അതായത് സംഭവത്തിലുള്ളൂ, ഒരു പ്രത്യേക വസ്തുതകൾ കാരണം, അതായത് പ്രത്യേക വസ്തുതകൾ പരിഗണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നൽകപ്പെട്ട ശിക്ഷയ്ക്ക് പകരം ഒരു ചെറിയ ശിക്ഷ നൽകുന്നതിനെയാണ് റെസ്പൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇപ്പോൾ എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ, ഓക്കെ, അതായത് ഗർഭധാരണത്തിൽ അങ്ങനെ ഗർഭം ധരിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ കുറ്റവാളിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കുറ്റവാളിയുടെ ശാരീരിക വൈകല്യമായി ബന്ധപ്പെട്ട്, ഓക്കെ, ഡിസേബിൾഡ് ആയ ഏതെങ്കിലും ഒരു കുറ്റവാളിയാണെങ്കിൽ, അത്തരത്തിൽ ഒരു കുറ്റവാളിയുടെ ശാരീരിക വൈകല്യമോ അതുപോലെ സ്ത്രീ കുറ്റവാളിയുടെ ഗർഭധാരണമോ പോലുള്ള ചില പ്രത്യേക വസ്തുതകൾ കാരണം യഥാർത്ഥത്തിൽ നൽകപ്പെട്ട ശിക്ഷയ്ക്ക് പകരം ഒരു ചെറിയ ശിക്ഷ നൽകുന്നതിനെയാണ് പറയുന്നത് എന്ത്? റെസ്പൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രത്യേക സാഹചര്യം കൺസിഡർ ചെയ്തിട്ടാണ് റെസ്പൈറ്റ് എന്ന് പറയുന്നത് വരുന്നത്. ഇനി റെമിഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷയുടെ സ്വഭാവം മാറാതെ തന്നെ കാലയളവ് കുറയ്ക്കുന്നതാണ്. ഉദാഹരണം പറയാണ്, 12 വർഷത്തെ കഠിന തടവാണ് നൽകിയതെന്ന് വിചാരിക്കുക. 12 വർഷത്തെ കഠിന തടവ് നൽകിയത് എന്ത് ചെയ്യാണ്? ശിക്ഷയുടെ സ്വഭാവം ഇവിടെ പറയുന്നത് കഠിന തടവാണ്. ആ സ്വഭാവം മാറ്റാതെ തന്നെ കാലയളവ് കുറയ്ക്കുന്നത്. 12 വർഷത്തെ കഠിന തടവ് എന്നുള്ളത് 7 വർഷത്തെ കഠിന തടവായി നൽകുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ശിക്ഷയുടെ സ്വഭാവം മാറുന്നില്ല, രണ്ടും കഠിന തടവ് തന്നെയാണ്, പക്ഷെ എന്ത് മാറി? കാലയളവ് മാറി. ഓക്കെ, അപ്പോൾ ശിക്ഷയുടെ സ്വഭാവം മാറ്റാതെ തന്നെ കാലയളവ് കുറയ്ക്കുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വലിയ ശിക്ഷയെ അതിൽ കുറഞ്ഞ ശിക്ഷയിലേക്ക് മാറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ 12 വർഷത്തെ കഠിന തടവ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റാം? ഇപ്പോൾ 10 വർഷത്തെ ഒരു സാധാരണ ഇംപ്രിസൺമെൻറ്റ്, അല്ലെങ്കിൽ 6 വർഷത്തെ സാധാരണ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? മരണശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമായി കൊടുക്കുക. അതാണ് എന്ത് പറയുന്നത്? വലിയ ശിക്ഷയെ അതിൽ കുറഞ്ഞ ശിക്ഷയിലേക്ക് മാറ്റുന്നതെന്ന് പറയുന്നതാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. റെമിഷൻ എന്ന് പറയുന്ന വ്യത്യാസം എന്താണ്? അതായത് ശിക്ഷയുടെ സ്വഭാവം അവിടെ മാറുന്നില്ല, പക്ഷേ കാലയളവ് മാത്രമാണ് മാറുന്നത്. ഓക്കെ, അതാണ് റെമിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്തെന്ന് പറയുന്ന നയതന്ത്ര അധികാരങ്ങളാണ്. അപ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടികളും അതായത് ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റുകൾ, ഏതെങ്കിലും രാജ്യവുമായിട്ടുള്ള മറ്റ് കരാറുകളൊക്കെ രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ഒപ്പിടുന്ന അവസാനം രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. ഓക്കെ, അപ്പോൾ
എന്നാലും അവ എന്ത് ചെയ്യണം, അത്ര ഒപ്പിട്ട് കഴിഞ്ഞാലും പാർലമെൻറ്റിൻ്റെ അംഗീകാരം കൂടെ വേണം ലാസ്റ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ പ്രസിഡന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ഈ മിലിറ്ററി അധികാരങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ പരമോന്നത കമാൻഡറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കര, നാവിക, വ്യോമസേനകളുടെ മേധാവികളൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി എമർജൻസി അധികാരങ്ങൾ നമ്മൾ എന്താ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണം, അതേപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഈ പറയുന്ന 3 തരം അടിയന്തരാവസ്ഥകളൊക്കെ ചെയ്യുന്നതാരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണെന്നൊക്കെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് അല്ലേ, പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ പ്രസിഡന്റ് അസാധാരണമായ അധികാരങ്ങൾ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ 3 തരം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഭരണഘടന പ്രസിഡന്റിന് അസാധാരണമായ അധികാരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് ആരാണ്? നമ്മുടെ പറയുന്ന രാഷ്ട്രപതിയാണ്. ഓക്കെ. പക്ഷേ രാഷ്ട്രപതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അത് പ്രഖ്യാപിക്കാനും സാധിക്കില്ല. അതിൻ്റേതായ പാർലമെൻറ്റിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണമെന്ന് മാത്രം. ഇനി പ്രസിഡന്റിൻ്റെ വീറ്റോ അധികാരങ്ങളെ കുറിച്ച് പറയാം. അപ്പോൾ പ്രസിഡന്റിൻ്റെ വീറ്റോ അധികാരങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നും കൂടെ ആലോചിച്ച് വയ്ക്കുക. ആർട്ടിക്കിൾ 111 പ്രസിഡന്റിൻ്റെ വീറ്റോ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോൾ വീറ്റോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയണം. എന്താണ്? റിജക്റ്റ് ചെയ്യാന്നൊക്കെയാണ് എന്ത് പറയുന്നത്, വീറ്റോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കാം. അപ്പോൾ വീറ്റോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റിജക്റ്റ് ചെയ്യാന്നാണ്. അതായത് ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ ഒരു നിയമം അല്ലെങ്കിൽ ഒരു തീരുമാനം നിഷേധിക്കാനുള്ള അധികാരമാണ്. അതായത് ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ ഒരു നിയമം നിഷേധിക്കാനുള്ള അധികാരത്തിനെയാണ് എന്ത് പറയുന്നത്? വീറ്റോ പവർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. അതായത് രാഷ്ട്രപതിക്ക് ആ പറയുന്ന ബില്ലുകൾ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. പ്രധാനമായും 4 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണ് സാധാരണ ഉള്ളത്. അതായത് നമ്മുടെ മൊത്തത്തിൽ വേൾഡിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 അധികാരങ്ങളാണുള്ളത്. 4 വീറ്റോ അധികാരങ്ങളാണുള്ളത്. അബ്സല്യൂട്ട് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന 4 രീതിയിലുള്ള വീറ്റോ അധികാരങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഇതിൽ ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിക്കില്ല. അതുകൊണ്ട് നമ്മളതിപ്പോൾ പഠിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ളത് 3 ഉള്ളൂ. അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ. ക്ലിയർ അല്ലേ? പിന്നെ എന്തിനാണ് ഈ രീതിയിൽ വീറ്റോ അധികാരങ്ങൾ രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ തിടുക്കത്തിലുള്ളതും തെറ്റായതുമായ നിയമനിർമ്മാണം തടയും. ഇപ്പോൾ പാർലമെൻറ്റ് ഭയങ്കര തിടുക്കത്തിൽ ഒരു നിയമം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റായ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തടയുക എന്ന് പറയുന്നതാണ് ഒരു ലക്ഷ്യം. പിന്നെന്താണ്? ഭരണഘടനാ വിരുദ്ധമായേക്കാവുന്ന ഒരു നിർമ്മാണം തടയുക. അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് രാഷ്ട്രപതിക്ക് ഈ പറയുന്ന എന്ത് കൊടുത്തിട്ടുള്ളത്? ഈ പറയുന്ന വീറ്റോ അധികാരങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ളതാണ് അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് വീറ്റോ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയാം. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ ബില്ലിനുള്ള അംഗീകാരം രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബില്ലിനുള്ള അംഗീകാരം രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ബില്ല് ഒരിക്കലും നിയമമാകാതെ അവിടെ അവസാനിക്കുന്നു. ഓക്കെ. അപ്പോൾ ബില്ലിനുള്ള അംഗീകാരം രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നതിനെയാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ബില്ല് പിന്നീട് ഒരിക്കലും നിയമമാവില്ല, ആ ബില്ല് അവിടെ അവസാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അടുത്തെന്താണ്? സസ്പെൻസീവ് വീറ്റോ എന്നാണ്. അതായത് പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഈ പറയുന്നത് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രസിഡന്റ് അവിടെ സസ്പെൻസീവ് വീറ്റോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായി ഒരു ബില്ല് തിരികെ നൽകുമ്പോൾ പ്രസിഡന്റ് ഈ വീറ്റോ ആണ് പ്രയോഗിക്കുന്നത്. എന്നിരുന്നാലും ഭേദഗതികളോടെയോ അല്ലാതെയോ ബില്ല് വീണ്ടും പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകേണ്ടതാണ്. അപ്പോൾ എത്ര എന്താ വെച്ചാൽ പുനഃപരിശോധനയ്ക്ക് വേണ്ടി ഒരു ബില്ല് രാഷ്ട്രപതി തിരിച്ചയക്കുകയാണെങ്കിൽ പാർലമെൻറ്റിന് ആ ബില്ല് ഭേദഗതികളോടെയോ അല്ലാതെയോ ആ ബില്ല് വീണ്ടും പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി നിർബന്ധമായിട്ടും അംഗീകാരം നൽകേണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന സസ്പെൻസീവ് വീറ്റോ, രാഷ്ട്രപതിയുടെ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്ന അധികാരത്തെ മറികടക്കാൻ ആർക്ക് സാധിക്കും? പാർലമെൻറ്റിന് സാധിക്കും. അതും വെറും കേവല ഭൂരിപക്ഷത്തോടെ മറികടക്കാൻ സാധിക്കും. ഓക്കെ. അതായത് വെറും സാധാരണ ഭൂരിപക്ഷം അല്ലെങ്കിൽ വെറും കേവല ഭൂരിപക്ഷത്തിൽ ആ ബില്ല് വീണ്ടും പാസ്സാക്കുന്നതിലൂടെ പ്രസിഡന്റിൻ്റെ ഈ വീറ്റോ അധികാരത്തെ മറികടക്കാൻ ആർക്ക് സാധിക്കുന്നു? പാർലമെൻറ്റിന് സാധിക്കുന്നു. ഓക്കെ. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണി ബില്ല് ഒരു കാരണവശാലും പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മണി ബില്ലിൻ്റെ കാര്യത്തിൽ പ്രസിഡന്റിന് സസ്പെൻസീവ് വീറ്റോ ഉപയോഗിക്കാൻ സാധിക്കില്ല.
അതായത് മണി ബില്ല് ഒരു കാരണവശാലും തിരിച്ചയക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ പറയുന്ന സസ്പെൻസീവ് വീറ്റോ മണി ബില്ലിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ മണി ബില്ലിന് വേണമെങ്കിൽ അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അബ്സല്യൂട്ട് വീറ്റോ എന്താണ്? അംഗീകാരം തടഞ്ഞു വെക്കാൻ. അത് വേണമെങ്കിൽ മണി ബില്ലിൽ ഉപയോഗിക്കാൻ പറ്റും. മണി ബില്ല് എന്ത് തിരിച്ചയക്കാൻ, പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പറഞ്ഞുള്ളൂ. അപ്പോൾ സസ്പെൻസീവ് വീറ്റോ ഒരിക്കലും മണി ബില്ലിൻ്റെ കാര്യത്തിൽ നടക്കില്ല. പക്ഷേ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അബ്സല്യൂട്ട് വീറ്റോ വേണമെങ്കിൽ രാഷ്ട്രപതി ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്താണ്? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ അല്ലെങ്കിൽ മുൻകൂർ ശുപാർശയോടെ കൂടെ മാത്രമാണ് മണി ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പ്രസിഡന്റ് അംഗീകാരം നൽകാറാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിക്കുക. അടുത്തെന്താണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്? എന്താണ് പോക്കറ്റ് വീറ്റോ? ബില്ല് വെറുതെ പോക്കറ്റിലിട്ട് ഇങ്ങനെ പ്രസിഡന്റ് ഇരിക്കുക, അതിനാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. കിട്ടുന്ന ബില്ല് പോക്കറ്റിലിട്ട് ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അനിശ്ചിത കാലത്തേക്ക് തീർപ്പ് കൽപ്പിക്കാതെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതി എന്ത് ചെയ്യുക? ബില്ല് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല, നിരസിക്കുകയും ചെയ്യുന്നില്ല, തിരികെ അയക്കുകയും ചെയ്യുന്നില്ല. ആ 3 കാര്യങ്ങളും ചെയ്യുന്നില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? ബില്ല് അനിശ്ചിത കാലത്തേക്ക് തീർപ്പ് കൽപ്പിക്കാതെ സൂക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതായത് ബില്ലിന് മേൽ യാതൊരു നടപടിയും എടുക്കാതെ, മനസ്സിലായോ? ബില്ലിൻ്റെ മേലെ ഒരു നടപടിയും എടുക്കുന്നില്ല, മനസ്സിലായോ? ഒരു നടപടിയും എടുക്കാതെ ഇരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുകയാണെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ട ഒരു സമയപരിധി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. അപ്പോൾ ആ ഒരു സമയപരിധി പറയാത്തത് കൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ഇത് പോക്കറ്റിലിട്ട് ഇരിക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ പ്രസിഡന്റിന് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 24ാമത്തെ ഭരണഘടനാ ഭേദഗതി 1971 രാഷ്ട്രപതി എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകണമെന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിന് നിർബന്ധമായിട്ട് രാഷ്ട്രപതി അംഗീകാരം നൽകണം. അദ്ദേഹത്തിന് അത് പിടിച്ചു വെക്കാനോ അംഗീകാരം തടഞ്ഞു വെക്കാനോ തിരിച്ചയക്കാനോ ഒന്നും സാധിക്കില്ല. നിർബന്ധമായിട്ടും അംഗീകാരം നൽകേണ്ടതാണ്. ഓക്കെ, അതാണ് ഈ 1971 24ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റൊരു രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് യാതൊരു വീറ്റോ അധികാരങ്ങളും പ്രയോഗിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? നിർബന്ധമായിട്ട് അംഗീകാരം നൽകേണ്ടതാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള വീറ്റോ അധികാരങ്ങളും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭാ ബില്ലുകളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് ഈ വീറ്റോ അധികാരങ്ങളൊക്കെ പ്രയോഗിക്കാൻ പറ്റും എന്നും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട. ഓക്കെ, ഒരു കാര്യം മാത്രം ഞാൻ അവിടെ പറയാം. നമ്മൾ പറഞ്ഞു എന്ത്? രാഷ്ട്രപതി തിരിച്ചയച്ചൊരു ബില്ല്, അതായത് സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞു. രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയച്ചൊരു ബില്ല് പാർലമെന്റ് വീണ്ടും പാസ്സാക്കി തിരിച്ചയക്കുകയാണെങ്കിൽ പ്രസിഡന്റ് നിർബന്ധമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അതായത് സസ്പെൻസീവ് വീറ്റോ മറികടക്കാൻ ആർക്ക് സാധിക്കുമെന്ന് പറഞ്ഞു? പാർലമെന്റിന് സാധിക്കും. പക്ഷേ സംസ്ഥാന നിയമസഭയുടെ കേസിൽ അങ്ങനെ സാധിക്കില്ല. അതായത് ഗവർണർക്ക് സംസ്ഥാന നിയമസഭ ബില്ല് സമർപ്പിച്ചു. ആ ബില്ല് ഗവർണർ എന്ത് ചെയ്തു? രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചു. രാഷ്ട്രപതി അതെന്ത് ചെയ്തു? ഗവർണറോട് പറയുകയാണ് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാൻ പറയുകയാണ്. അങ്ങനെ തിരിച്ചയച്ച ബില്ല് നിയമസഭ വീണ്ടും പാസ്സാക്കി വീണ്ടും തിരിച്ചയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അതിന് അംഗീകാരം നൽകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് രാഷ്ട്രപതി പുനഃപരിശോധനയ്ക്കായി തിരികെ അയച്ച ഒരു സംസ്ഥാന ബില്ലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് രാഷ്ട്രപതിയുടെ സസ്പെൻസീവ് വീറ്റോ അധികാരത്തെ മറികടക്കാൻ സാധിക്കുന്നതല്ല എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അത് എഴുതി വയ്ക്കുക, പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന കാര്യമൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ ഭേദഗതിയുമായി പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഓർഡിനൻസിൻ്റെ കാര്യം പറയാം. പ്രസിഡന്റിൻ്റെ ഓർഡിനൻസ് നിർമ്മാണ അധികാരത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ പാർലമെന്റ് എങ്ങനെയാണ് ഒരു ഓർഡിനൻസ് ഇറക്കാൻ പറ്റുക? സാധാരണഗതിയിൽ എങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കേണ്ടതെന്ന് വെച്ചാൽ ലോകസഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം. അപ്പോൾ ഇവർ രണ്ടാളും സെഷൻസ് ചെയ്ത് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് വേണം അത് പാസ്സാക്കാൻ വേണ്ടിയിട്ട്. ഇനി ലോകസഭ മാത്രമേ മീറ്റിംഗ് കൂടുന്നുള്ളൂ, രാജ്യസഭ ഇപ്പോൾ നിലവിൽ മീറ്റിംഗ് കൂടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ ബില്ല് പൂർണ്ണമാവില്ല. കാരണം എന്താ? ലോകസഭ പാസ്സാക്കി രാജ്യസഭ കൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് പ്രസിഡന്റിന് പോകാൻ പറ്റുള്ളൂ. ലോകസഭ മാത്രം പാസ്സാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇരുസഭകളും സെഷൻ ചെയ്യാത്ത, അതായത് ഇരുസഭകളും സമ്മേളനത്തിൽ കൂടാത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരൊറ്റ സഭ മാത്രമേ സമ്മേളിക്കുമ്പോഴുള്ളൂ ആ ഒരു സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഒന്നെങ്കിൽ രണ്ട് സഭകളും സമ്മേളനം കൂടാത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരു സഭ മാത്രമേ സമ്മേളനം കൂടുന്നുള്ളൂ എങ്കിലോ
അതായത് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭ ഉണ്ടെങ്കിൽ മാത്രം കാര്യം നടക്കില്ല, 2 സഭ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഇപ്പം നിലവിൽ ലോകസഭ മാത്രമേ സമ്മേളനം കൂടുന്നുള്ളൂ, രാജ്യസഭ ഇല്ലയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ രാജ്യസഭ മാത്രമേ ഇപ്പോൾ സമ്മേളനം കൂടുന്നുള്ളൂ, ലോകസഭ ഇല്ലയെന്ന് വിചാരിക്കാം. ഈ പറയുന്ന സന്ദർഭങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. താൽക്കാലിക നിയമങ്ങളുടെ സ്വഭാവമാണ് അവയ്ക്കുള്ളത് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ താൽക്കാലിക നിയമങ്ങളുടെ സ്വഭാവം മാത്രം, കാരണം അതിനൊരു കാലാവധി ഉണ്ട്, ഇത്ര സമയം കഴിഞ്ഞാൽ ഈ ഓർഡിനൻസ് ഇല്ലാതെയാവും. അതുകൊണ്ടാണ് താൽക്കാലിക സ്വഭാവം മാത്രമേ അതിനുള്ളൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും, അതായത് ഈ പറയുന്ന സഭ ഇല്ലാത്തൊരു സമയത്ത് ഏതെങ്കിലും ഒരു അടിയന്തരമായ സാഹചര്യം വരികയാണ്, അടിയന്തരമായ സാഹചര്യം വരുന്ന സമയത്ത് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സമയമാണെന്ന് വിചാരിക്കുക. അത്തരമൊരു സമയത്ത് ഇനിയിപ്പോൾ പാർലമെൻറ്റൊക്കെ സമ്മേളിച്ചുകൊണ്ട് ഒരു നിയമം ഇറക്കാനുള്ള സമയമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് രാഷ്ട്രപതി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കും. അതും പറയണം, മന്ത്രിസഭ വിളിച്ച് പറയണം ഇയാളോട്, പ്രസിഡന്റിനോട്, ഇത് ഇറക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടിയന്തരമോ അപ്രതീക്ഷിതമോ ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ അധികാരം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഒരു സഭ മാത്രം സമ്മേളനം നടത്തുമ്പോഴും രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. കാരണം 2 സഭ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസസ്സ് കംപ്ലീറ്റ് ആവൂ. അപ്പോൾ ഒരു സഭ മാത്രം സമ്മേളനം നടത്തുമ്പോഴും രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡിനൻസ് പുറപ്പെടുവിക്കാവുന്നതാണ്. രാഷ്ട്രപതിയുടെ ഈ നിയമനിർമ്മാണ അധികാരം പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരത്തിന്റെ സമാന്തര അധികാരമല്ല. ഓക്കെ, പാർലമെന്റ് ഇറക്കുന്ന ഒരു നിയമത്തിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു അധികാരമൊന്നുമല്ല ഇത്. പക്ഷെ ആ ഒരു അടിയന്തര സാഹചര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് ഇങ്ങനെ ഒരു അധികാരം നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉടനടി നടപടിയെടുക്കേണ്ട സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഒരു ഓർഡിനൻസ് നിർമ്മിക്കാൻ കഴിയൂ. പാർലമെന്റിന്റെ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ രാഷ്ട്രപതിക്ക്, അതായത് പാർലമെന്റ് നിയമം ഉണ്ടാക്കാൻ യൂണിയൻ ലിസ്റ്റ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ കാര്യങ്ങളിൽ മാത്രമേ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ആർക്ക് സാധിക്കുള്ളൂ? നമ്മുടെ രാഷ്ട്രപതിക്ക് സാധിക്കുള്ളൂ. ഒരു ഓർഡിനൻസ് വഴി മൗലിക അവകാശങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കാനോ അത് കവർന്നെടുക്കാനോ കുറയ്ക്കാനോ ഒന്നും ആർക്ക് സാധിക്കില്ല? രാഷ്ട്രപതിക്ക് സാധിക്കില്ല. പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്ത് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ പാർലമെന്റ് തിരികെ സമ്മേളിക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ 2 സഭകൾക്ക് മുമ്പാകെ വെക്കണം എന്നാണ് പറയുന്നത്. അതായത് പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്താണല്ലോ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ ഓർഡിനൻസ് പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസ് പാർലമെന്റ് തിരികെ സമ്മേളിക്കുന്ന സമയത്ത് 2 സഭകൾക്ക് മുമ്പാകെ വെക്കേണ്ടതാണ്. എന്നിട്ട് 2 സഭകൾക്കും വേണമെങ്കിൽ അത് അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി 2 സഭകളും അംഗീകരിക്കുകയാണ് എന്ന് വിചാരിക്കുക. 2 സഭകളും ആ ഓർഡിനൻസ് അംഗീകരിക്കുകയാണെങ്കിൽ ആ ഓർഡിനൻസ് എന്തായിട്ട് മാറും? ഒരു നിയമമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്തായി? പാർലമെന്റ് ഇറക്കിയ ഒരു നിയമം പോലെ ആയി മാറിയത്. ഇനി പാർലമെന്റ് ആ ഓർഡിനൻസിന്റെ മേൽ ഒരു നടപടിയും സ്വീകരിക്കുക, അതായത് പാർലമെന്റ് 2 സഭയ്ക്ക് മുന്നിൽ ഇത് വെച്ചു, പക്ഷേ പാർലമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ എപ്പോഴാണോ പാർലമെന്റ് തിരികെ സമ്മേളിച്ചത് ആ ദിവസം മുതൽ 6 ആഴ്ച വരെ ആ ഓർഡിനൻസ് നിലനിൽക്കുകയുള്ളൂ. അതായത് പാർലമെന്റ് തിരികെ സമ്മേളിച്ചപ്പോൾ ഈ പറയുന്ന ഓർഡിനൻസ് 2 സഭകളുടെയും മുന്നിൽ സമർപ്പിച്ചു. എന്നിട്ട് പാർലമെന്റ് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഈ ഓർഡിനൻസ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവർ എപ്പോഴാണോ തിരികെ സമ്മേളിച്ചത് ആ ദിവസം മുതൽ 6 ആഴ്ച വരെ മാത്രമേ ആ ഓർഡിനൻസ് നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, ഇനി 2 സഭകളും ഓർഡിനൻസ് നിരാകരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവരെ മുമ്പിൽ വെക്കുമ്പോൾ ആ ഓർഡിനൻസ് എന്താ അവർ ചെയ്തത്? അവരിത് റിജക്റ്റ് ചെയ്ത് കളയാണ്, അതായത് ഒഴിവാക്കുക, നിരാകരിക്കുകയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെ ഇവർ നിരാകരിക്കുകയാണെങ്കിൽ, ആ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ, അങ്ങനെ നിരാകരിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ ഈ പറയുന്ന 6 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യും? അത്തരം ഓർഡിനൻസ് ഇല്ലാതാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം? ഒരു ഓർഡിനൻസിൻ്റെ പരമാവധി ആയുസ് 6 മാസവും 6 ആഴ്ചയുമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം മനസ്സിലാക്കി വെച്ചോളൂ, ഒരു ഓർഡിനൻസിൻ്റെ പരമാവധി ആയുസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6 മാസവും 6 ആഴ്ചയുമാണ്. ഓക്കെ, 6 മാസം 6 ആഴ്ച എന്ന് പറയുമ്പോൾ 6 ആഴ്ച എന്താണെന്ന് ഓൾറെഡി നമ്മളിവിടെ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 6 മാസം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. 6 മാസം എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ 2 സെഷനുകൾ തമ്മിലുള്ള പരമാവധി ഇടവേളയാണ്. ഓക്കെ, പാർലമെൻറ്റിൻ്റെ 2 സെഷനുകൾ തമ്മിലുള്ള പരമാവധി ഇടവേളയാണ് എന്ത്? 6 മാസം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ പാർലമെൻറ്റ് പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഒരു ഓർഡിനൻസിൻ്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് 6 മാസവും 6 ആഴ്ചയുമാണ്. ഇനി പ്രസിഡന്റിന് ഏത് സമയത്തും വേണമെങ്കിൽ ഒരു ഓർഡിനൻസ് പിൻവലിക്കാവുന്നതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഇനി ഓർഡിനൻസ് നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അധികാരം ഒരു വിവേചന അധികാരമല്ല. മനസ്സിലാക്കിയല്ലോ? നമ്മൾ പറഞ്ഞു, ശരിക്കും ഒരു ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിസഭയുടെ ഒക്കെ ഉത്തരവ് വേണം, എന്നാലും ഒരു ഓർഡിനൻസ് ഒക്കെ ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിവേചന അധികാരമല്ല എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഓർഡിനൻസ് നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അധികാരം ഒരു വിവേചന അധികാരമല്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിക്കാനോ പിൻവലിക്കാനോ സാധിക്കുള്ളൂ. ഓക്കെ,
അപ്പോൾ പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിക്കാനോ പിൻവലിക്കാനോ സാധിക്കുകയുള്ളൂ. ഒരു ഓർഡിനൻസിന് എന്തുണ്ട്? മുൻകാല പ്രാബല്യം ഉള്ളതാക്കുക. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുൻകാല പ്രാബല്യം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ട് അത് ഈ ഒരു പറയുന്ന ഒരു വർഷം മുന്നേ മുതൽ പ്രാബല്യത്തിൽ വരുത്തുന്ന രീതിയിൽ അത് ഇറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനായി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു കാരണവശാലും ഒരു ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ നമ്മുടെ ഈ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി കേസായിരുന്നു DC വാധുവ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ കേസ് ഇന്ന സംഭവമായിട്ട് റിലേറ്റ് ചെയ്താന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ പ്രസിഡന്റിൻ്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ, അതേപോലെ ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു DC വാധുവ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രാഷ്ട്രപതിക്ക് ഭരണഘടനയിൽ എന്ത് പറയുന്നില്ല? യാതൊരു വിവേചനാധികാരവും ഭരണഘടനയിൽ പറയുന്നില്ല. അതായത് രാഷ്ട്രപതിക്ക് ഭരണഘടനാപരമായ വിവേചനാധികാരമില്ല. പക്ഷേ ചില സാഹചര്യപരമായ വിവേചനാധികാരം അദ്ദേഹത്തിനുണ്ട്. ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് പറയുന്നത്, ലോകസഭയിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമന്ത്രിയെ നിയമിക്കാൻ സാധിക്കും. അപ്പോൾ ലോകസഭയിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയെ നിയമിക്കാൻ ആർക്ക് സാധിക്കും? രാഷ്ട്രപതിക്ക് സാധിക്കും. പിന്നീട് എന്ത് ചെയ്യാൻ മതി? ആ പറയുന്ന പ്രധാനമന്ത്രി ആ പറയുന്ന സഭയിൽ വിശ്വാസ പ്രമേയം നടത്തി വിശ്വാസം നേടിയാൽ മതി. പിന്നീട് കോൺഫിഡൻസ് നേടിയാൽ മതി. ഓക്കെ, അയാളുടെ ഭൂരിപക്ഷം അവിടെ തെളിയിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതായത് അധികാരത്തിലിരുന്ന ഒരു പ്രധാനമന്ത്രി പെട്ടെന്ന് മരിക്കുകയും പിന്നെ അയാൾക്ക് വ്യക്തമായിട്ടൊരു പിൻഗാമി ഇല്ലാതിരിക്കുമ്പോഴും ചെയ്യുമ്പോഴും പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ പ്രധാനമന്ത്രിയെ നിയമിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത് എന്താണ്? ലോകസഭയിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരിക്കുമ്പോഴോ, അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി പെട്ടെന്ന് മരിക്കുകയും വ്യക്തമായ പിൻഗാമി ഇല്ലാതിരിക്കുമ്പോഴോ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്ക് ആ പറയുന്ന സാഹചര്യത്തിൽ വിവേചനാധികാരമുണ്ട്. ഇനി അടുത്തത് എന്താണ്? ലോകസഭയുടെ വിശ്വാസം തെളിയിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ആർക്ക് പറ്റും? നമ്മുടെ രാഷ്ട്രപതിക്ക് സാധിക്കും. അപ്പോൾ ലോകസഭയുടെ വിശ്വാസം തെളിയിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ആർക്ക് സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിവേചനാധികാരമാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സമയത്ത് ലോകസഭ തന്നെ പിരിച്ചുവിടാൻ ആർക്ക് സാധിക്കും? രാഷ്ട്രപതിക്ക് സാധിക്കും. അപ്പോൾ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ ലോകസഭ തന്നെ പിരിച്ചുവിടാൻ ആർക്ക് സാധിക്കും എന്ന് വെച്ചാൽ രാഷ്ട്രപതിക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഫാക്റ്റുകളാണ്. അതായത് ആരൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ, എത്ര പേരുണ്ടായിരുന്നു, അതിലെ ആദ്യത്തെ ആളുടെ വർഷമാണ് ഇപ്പോൾ നിലവിലുള്ള ആളിത്. പിന്നെ KR നാരായണൻ മലയാളി ആയതുകൊണ്ടാണ് ഈ ഒരു വർഷം ഞാൻ ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ ആ കുറച്ച് ഡീറ്റെയിൽസ് ആണെന്ന് പറയുന്നത്. ഈ പേരുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഇന്നാളും രാഷ്ട്രപതി ആയിട്ടുണ്ടെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, പിന്നെ കുറച്ച് ഓരോ രാഷ്ട്രപതിമാരുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫാക്ട്സ് ആണ്, ഒരുപാട് സമയം കളയാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇവരുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഞാൻ നോട്ട് ടെലിഗ്രാമിലിടും. എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് മെയിനായിട്ടൊന്ന് നോക്കുക. ഒരുപാട് സമയം കളയരുത്. ഓക്കെ, ഞാൻ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ സിവിൽ സർവീസിന് വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം സ്റ്റേറ്റ്മെൻറ്റൊക്കെ നല്ല ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ളവ ഏതെന്നാണ് ചോദ്യം. രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാൻ പാടില്ല. രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാവാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത് എന്താ പറയുന്നത്? പാർലമെന്റിൽ രാഷ്ട്രപതിയും 2 സഭകളും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇതിൽ ചോദിച്ചിരിക്കുന്നത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാകാൻ പാടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പാർലമെന്റിൽ രാഷ്ട്രപതിയും 2 സഭകളും അടങ്ങിയിരിക്കും. അപ്പോൾ പാർലമെന്റ് പറയുന്നത് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1ഉം 2ഉം ശരിയാണെന്ന് പറയാം. അപ്പോൾ 1ൻ്റെ ഉത്തരം എന്താണ്? ബി ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇനി പറയുന്നവയിൽ ഏതാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമായതും എന്നാൽ ഇംപീച്ച്മെന്റിന്റെ ഭാഗമല്ലാത്തതും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് വിശദമായിട്ട് ഞാൻ ബോക്സിലൊക്കെ കൊടുത്താണ്. അപ്പോൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമാണ്, പക്ഷേ ഇംപീച്ച്മെന്റിന്റെ ഭാഗമല്ല. അങ്ങനത്തെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? സംസ്ഥാന നിയമസഭകളാണ് അല്ലേ? ലോകസഭ ഇതൊക്കെ 2ലും ഉണ്ട്,
സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ എവിടെയും വരുന്നില്ല. പിന്നെ എന്താണ്? നിയമസഭയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ എവിടെയും വരുന്നില്ല കേട്ടോ. അതായത് തിരഞ്ഞെടുക്കുന്നതിൽ ഇലക്ട്രൽ കോളേജിൽ അംഗമാണത് ലോകസഭയും രാജ്യസഭയും സംസ്ഥാന നിയമസഭയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എവിടെ സ്ഥാനമില്ല. അപ്പോൾ ഇതിൽ ഇല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ ഇംപീച്ച്മെൻറ്റിൻ്റെ ഭാഗം അല്ലാത്തത് എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയാണ്. ഓക്കെ, അപ്പോൾ 2ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. അടുത്ത് നോക്കിക്കേ, ഇതും സിവിൽ സർവീസിന് വെച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി പറയുന്ന പ്രസ്താവനകളൊന്ന് ശ്രദ്ധിക്കാം. കേന്ദ്രമന്ത്രിസഭ പാർലമെന്റിനോട് കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. മന്ത്രിമാർ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗം വഹിക്കുന്നതാണ്. നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി ആശയവിനിമയം നടത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് പറഞ്ഞു? നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി ആശയവിനിമയം നടത്തണം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്? അത് ശരിയാണ്. അപ്പോൾ 3 ശരിയായത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ 3 ശരിയാണ്, ഇവിടെ 3 ശരിയാണ്, ഇവിടെ 3 ശരിയാണ്. അപ്പോൾ ഇത് പോയി. മന്ത്രിമാർ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലമാണ് ഉദ്യോഗം വഹിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പോൾ അല്ലേ, ആർട്ടിക്കിളിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഏതാ വരുന്നത്? 2 ശരിയാണ്. ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഒഴിവാക്കാം. അതേപോലെ പിന്നെന്താണ്? ഇവിടെ 2 വരാത്തതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. പിന്നെ അടുത്ത് നോക്കിയേ, കേന്ദ്രമന്ത്രിസഭ പാർലമെന്റിനോട് കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഉത്തരം ഏതാണ്? ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, കേന്ദ്രമന്ത്രിസഭ പാർലമെന്റിനോട് കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പാർലമെന്റിനോടല്ല കേന്ദ്രമന്ത്രിസഭ കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നത്, പകരം ആരോടാണ്? ലോകസഭയോടാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്രമന്ത്രിസഭ ലോകസഭയോടാണ് കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നത്. രാജ്യസഭയുടെയും കൂടുമ്പോഴാണ് പാർലമെന്റ് ആവുള്ളൂ അല്ലേ. അപ്പോൾ കേന്ദ്രമന്ത്രിസഭ എന്ന് പറയുന്നത് ലോകസഭയോടാണ് കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ശരിയല്ല, നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 1 ഇവിടെ ഒഴിവാക്കാം. അപ്പോൾ ഏതാ ഉത്തരം വരിക? ബി ആണ്. അപ്പോൾ 3ന്റെ ഉത്തരം ഏതാണ്? ബി ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമ്മുടെ PSCയിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ നമ്മൾ പറഞ്ഞു, വിവേചനാധികാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതെന്നാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഉത്തരം ഒന്ന് ശരിക്കും ഒറ്റയ്ക്കൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഉത്തരം മനസ്സിലാക്കിയ ശേഷം വീണ്ടും ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഏതാ മനസ്സിലായോ? അപ്പോൾ വിവേചനാധികാരം നമ്മൾ പറഞ്ഞാണ്. വിവേചനാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന സാഹചര്യങ്ങളിൽ, അതായത് സാധാരണ മന്ത്രിമാരുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് വേണ്ട? മന്ത്രിമാരുടെ ഉപദേശം ഇല്ലാതെ തന്നെ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സന്ദർഭങ്ങളെയാണ് നമ്മൾ വിവേചനാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രി ആയി നിയമിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ അത് വിവേചനാധികാരത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉത്തരമായിട്ട് വരത്തില്ല അല്ലേ. ഇത് ഉത്തരമായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഒന്നായിട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ സി പോയി. ഇനി 3 ഓപ്ഷനേ ബാക്കിയുള്ളൂ. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കാനായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. അതും രാഷ്ട്രപതിക്ക് ഇഷ്ടമായിട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുനഃപരിശോധനയ്ക്കായിട്ട് തീരുമാനം തിരിച്ചയക്കാമെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതും എന്താണ്? വിവേചനാധികാരമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ അതും ഇവിടെ ഉത്തരമായിട്ട് വരത്തില്ല. ഇതിൽ പെടാത്തതാണ് ചോദിച്ചില്ല. അപ്പോൾ നമുക്ക് 2ഉം നമുക്ക് ഒഴിവാക്കാം. 2 ഒഴിവാക്കി നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടി കഴിഞ്ഞു. നമ്മൾ വേറെ ഒന്നും വായിച്ചു നോക്കണ്ട. ഉത്തരം ഏതാണ്? എ ആണ്. അപ്പോൾ 3ഉം 4ഉം ആണ് എന്ത്? വിവേചനാധികാരത്തിൽ പെടാത്തത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തി പ്രധാനമന്ത്രിയാക്കാൻ പറ്റില്ല. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് മാത്രമേ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താണ്? വിവേചനാധികാരത്തിൽ പെടാത്തതാണ്. ഇനി ആലോചിക്കേ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരം അല്ല. കാരണം എന്താണ്? ഒരു രാഷ്ട്രപതിക്ക് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം, അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് എന്ത് വേണം? ക്യാബിനറ്റിൻ്റെ എന്ത് വേണം? റിട്ടേൺ റെക്കമെൻഡേഷൻ വേണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഓക്കെ, അതായത് ക്യാബിനറ്റ് എന്ന് പറയുന്നത് ക്യാബിനറ്റിൻ്റെ കേന്ദ്രമന്ത്രിസഭയുടെ എഴുതിയ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എഴുതി കൊടുത്ത റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാഷ്ട്രപതിക്ക് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഉത്തരം ഏതാ വരിക? 3ഉം 4ഉമാണ് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
അടുത്ത നോക്കിയാൽ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാന്ന് വെച്ചാൽ രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാ? ചീഫ് ജസ്റ്റിസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 5ന്റെ ഉത്തരം ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് രാഷ്ട്രപതി ആകുവാനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് നമ്മൾ പറഞ്ഞതാണ്. അതാണ് ആർട്ടിക്കിൾ 58 യോഗ്യതകൾ. എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യത ഉണ്ടായിരിക്കണം, പിന്നെ നമ്മൾ പറഞ്ഞു ആദായകരമായ മറ്റൊരു ഉദ്യോഗം വഹിക്കുവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കിൾ 58 ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യോഗ്യതകളൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? രാഷ്ട്രപതിയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന. അപ്പോൾ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61 നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന്റെ പ്രമേയം അവതരിപ്പിക്കാവൂ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഏത് സഭയിലാണോ അവിടെ 1/4 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ഒപ്പിട്ടതിന് ശേഷം 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് ആർക്ക് നൽകണം? രാഷ്ട്രപതിക്ക് നൽകണം. അങ്ങനെ നൽകിയതിന് ശേഷം മാത്രമേ പാർലമെന്റിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ശരിയാണെന്ന് നമുക്കറിയാം. ശരിയായതാണ് അവിടെ ചോദിച്ചുള്ളത്. അപ്പോൾ അടുത്തും കൂടി അപ്പോൾ ഉത്തരം ഏകദേശം ചെയ്യാൻ നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഒന്നും കൂടി ബാക്കിയുള്ള കൂടെ ഒന്ന് വായിച്ചു വെക്കാം. ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. ഏത് സഭയിൽ വേണമെങ്കിലും, ലോകസഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇത് വരത്തില്ല. സി എന്താണ്? ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കുന്നതിന് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷമാണ് വേണ്ടതെന്നാണ്. അല്ല, നമ്മൾ പറഞ്ഞു പ്രത്യേക ഭൂരിപക്ഷമാണ്. ഏറ്റവും ടഫസ്റ്റ് മെജോറിറ്റി എന്ന് പറയുന്നതാണ് രാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള മെജോറിറ്റി. അപ്പോൾ ആർട്ടിക്കിൾ 61 പ്രത്യേക ഭൂരിപക്ഷമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷമാണ് വേണ്ട. അപ്പോൾ ഇതും തെറ്റാണ് അല്ലേ? അപ്പോൾ ABC എന്നീ പ്രസ്ഥാനങ്ങൾ ശരിയാണെന്നാണ്. അപ്പോൾ ബിയും സിയും തെറ്റാണ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ ഉത്തരം ഏതാണ്? എ ആണ്. അപ്പോൾ നമ്മുടെ 7ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രപതി കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ടാണ് ക്ലാസ് കുറച്ച് നീണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.